ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് ചെന്നു. അവർ ആ വീട് വെച്ചാക്കുന്നത് കഴിഞ്ഞ വർഷമാണ്, 2025-ലാണ്. അങ്ങനെ ഞാൻ വീടിന്റെ ഓരോ ദിക്കുകൾ നോക്കിയപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്കൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഓക്കെ, കന്നിമൂലയിൽ ബെഡ്റൂമാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തും ഇവർക്കൊരു ബെഡ്റൂമാണ്. ഓക്കെ, ഗുഡ്. അത് കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവർക്കൊരു സ്റ്റഡി റൂമാണ്. അതും ഓക്കെ. അഗ്നിക്കോണില് ഇവർക്ക് കിച്ചണാണ്. വീട് റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ ഓൾറെഡി അവർ പാലിച്ചിട്ടുണ്ട്. എന്താണ്? വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണ്. നോർത്ത് വെസ്റ്റിലും സൗത്ത് വെസ്റ്റിലും ഓരോ ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. അഗ്നിക്കോണിൽ കിച്ചൺ ഉണ്ട്. ഈശാന കോണിൽ ഒരു സ്റ്റഡി റൂമാണ് ഇരിക്കുന്നത്. വീട് കിഴക്ക് ദർശനമാണ്. ഇവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അവർക്ക് കിണറുമുണ്ട്. പ്രഥമമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ള അതേ ഒരു മെത്തേഡ് തന്നെയാണ്. ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തു. വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ വീടുകളിലും ചെന്നിട്ടാണ് നമുക്ക് അതിനെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ എടുത്ത് എഴുതി. എന്നിട്ട് ആ പ്ലാനിനകത്തോട്ട് അതിനെ കണക്ട് ചെയ്തു, സൂപ്പർ ഇമ്പോസ് ചെയ്ത് എഴുതി. ചെയ്തപ്പോൾ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, കിഴക്ക് ദർശനമായ വീടിന്റെ കിഴക്ക് മധ്യത്തിൽ അവിടെ പ്രധാന വാതിൽ വെച്ചിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ 45 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർ സ്റ്റാർ 5ന്റെ സ്വഭാവമാണ് ആ എൻട്രൻസിൽ കാണിക്കുന്നത്. 2 സ്റ്റാറുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനെ മൗണ്ടൻ സ്റ്റാർ എന്നും ഇതിനെ വാട്ടർ സ്റ്റാർ എന്നും ആണ് പറയുന്നത്. അപ്പോൾ എൻട്രൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർ എന്ന് പറയുന്നത് വാട്ടർ സ്റ്റാർ ആണ്. അപ്പോൾ എവരുടെ എൻട്രൻസിൽ നിൽക്കുന്ന കോമ്പിനേഷൻ 4-5 കോമ്പിനേഷൻ ആണ്. ഒരു കോമ്പിനേഷനിൽ ഏറ്റവും മോശം സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. അത് എൻട്രൻസിൽ വാട്ടർ സ്റ്റാർ ആയിട്ട് വരികയാണെങ്കിൽ വളരെ മോശം സ്റ്റാർ ആണ്. ഇവരുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കനുസരിച്ചിട്ട് ഇവരുടെ എൻട്രൻസിൽ 5 വന്നു. 5 ടോട്ടൽ ലോസ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് പുറത്ത് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബിസിനസ് എല്ലാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡൗൺ ആയി. ഇവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വീട് വെച്ച് ഇങ്ങോട്ട് താമസമാക്കിയതിന് ശേഷമാണ് ഇവരിത് ബാധിക്കാൻ തുടങ്ങിയത്. അപ്പൊ വീടിന്റെ പ്രശ്നമാണോ? അവർ നല്ലൊരു വാസ്തുവിനെ കാണിച്ചിട്ടാണ് വീട് അവർ ചെയ്തത്. എന്നെയല്ല അവർ കാണിച്ചത്. നല്ലൊരു വാസ്തുവിനെ കാണിച്ചിട്ടാണ് അവർ വീട് ചെയ്തത്. അപ്പോഴത്തേക്ക് വീട്ടിൽ പുറമേ പ്രശ്നങ്ങളില്ല. അപ്പൊ ഇവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ ഈ ഫ്ലൈങ് സ്റ്റാറും മറ്റൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റ് ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് അവരുടെ അടുത്ത് ഓരോ ദിക്കുകളെ പറ്റിയും റൂമുകളെ പറ്റിയും അതിന്റെ ഓരോ ഡയറക്ഷൻസിനെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർക്ക് ഈ പറയപ്പെടുന്ന ഇവിടുത്തെ ഈ 5 എന്ന് പറയുന്ന സ്റ്റാർ എൻട്രൻസിൽ വന്നു. ഇനി അവരറിയാതെ പോയാൽ, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാതെ പോയ മറ്റൊരു കാര്യം കൂടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് ഇവർക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് ഈ ഭാഗത്തായിട്ടാണ് ഇവരുടെ ഈ ടോയ്ലറ്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു വാസ്തു പരിശോധനയിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഇല്ല, പക്ഷെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ ടോയ്ലറ്റ് ഉണ്ട്. ഈ വീടിനെ ഞാൻ കറക്റ്റ് 9 ഫെങ്ഷുയുടെ നിയമപ്രകാരം തിരിച്ചപ്പോൾ ഈ 45 ഡിഗ്രിക്കകത്ത് എന്ത് സംഭവിച്ചു? ഈ ടോയ്ലറ്റും കൂടെ കയറി. അപ്പോൾ 2 പ്രോബ്ലംസ്. ഒന്ന്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് ടോയ്ലറ്റ് വന്നു. ഒന്ന്, എൻട്രൻസിൽ ഫ്ലൈങ് സ്റ്റാർ നമ്പർ 5 കയറി. ഇതാണ് ഈ വീടിന്റെ പ്രോബ്ലം. ഇനിയിപ്പോ ഈ വീടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ അതിൻ്റെതായിട്ടുള്ള ചില റെമഡികളുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റാറുകളെ മാറ്റാൻ പറ്റൂല, പക്ഷേ ഈ ദോഷത്തെ പരമാവധി കുറയ്ക്കുകയും മറ്റ് പ്രോസ്പെരിറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്തുകൊണ്ട് അവിടെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇനി നമുക്ക് ഈ പറഞ്ഞപ്പെടുന്ന 5ന് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ടൂളാണ്. ഇത് ആ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അവിടെ ഒരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അത് അവരെ കൂടുതലായിട്ടും ആ ദോഷങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ടുള്ള ഒരു എനർജി അവിടെ ഫോം ചെയ്യുകയും ആ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ആ സ്റ്റാറിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല. എന്നാൽ നമ്മൾ ആ ഒരു ദോഷത്തിൽ വീട് വെച്ചിട്ട് ഒരു 5 എലമെന്റ് പഗോഡ വെച്ചാൽ പോലെ ദോഷം തീരുമോ എന്നുള്ളതല്ല. നമുക്ക് പറ്റിപ്പോയി. ആ ഇതിനെ നമുക്ക് ഇതുമൂലം പരിഹാരം ചെയ്യാനായിട്ട് പറ്റും. ഇനി സാറേ നമുക്കിത് പൊളിച്ചു പണിയാനായിട്ട് തയ്യാറാണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തിട്ട് ആ കിഴക്ക് ഭാഗത്ത് തന്നെ മറ്റ് എവിടെ ഒരു ഡോർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കി അതിനെ കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു 6 റോഡ് വിൻചെയിൻ ഉപയോഗിക്കാം, ഒരു 5 എലമെന്റ് പഗോഡ ഉപയോഗിക്കാം. ഇതാണ് 6 റോഡ് വിൻചെയിൻ.
ഇത് നമുക്ക് ഈ 5 എന്ന് പറയുന്ന നക്ഷത്രം വരുന്ന സ്ഥലത്ത് ഉപയോഗിക്കാം. 2026 സംബന്ധിച്ചിടത്തോളം ഈ 5 എന്ന് പറയുന്ന ഒരു ആനുവൽ സ്റ്റാർ അത് ലോകത്ത് എല്ലായിടത്തും സൗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സൗത്ത് ഭാഗത്ത് ഇത്തരത്തിലുള്ള 6 റോഡ് വിൻഡ് ചൈം ഉപയോഗിക്കാം. അതുപോലെ തന്നെ വീടിന് പുറത്ത് ഏതൊരു വീട്ടിന്റെയും വടക്ക് പടിഞ്ഞാറ് കോർണറിൽ, അതായത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 6 റോഡ് വിൻഡ് ചൈം സ്ഥാപിക്കുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊരു ടൂൾ ചോദിക്കുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ ടവർ, ഇത് കുട്ടികൾ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നല്ലൊരു ടൂളാണ്. ഇനി ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത്, സാറേ ഈ വീട് വെച്ച് കയറി അന്ന് മുതൽ നമുക്ക് ഭയങ്കര ദൃഷ്ടിയാ, കണ്ണ, മറ്റുള്ളവരെല്ലാം നമ്മളെ പറ്റി ഓരോന്ന് പറയുകയാണ്, ഭയങ്കര കണ്ണുദോഷമാണ്. അത്തരത്തിലുള്ള ദൃഷ്ടി നമുക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി പ്രധാന വാതിലിന് സമീപത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ടർക്കിഷ് ബ്ലൂ ഐ സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളിലും ഇതിന്റെ ചെറിയ ടൂൾ വാങ്ങിക്കാൻ കിട്ടും. അതും വാഹനങ്ങളിൽ ഇടുന്നതും ദൃഷ്ടിദോഷത്തിന് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.